ാണ്. അപ്പോ ഇവിടെ നിങ്ങൾ ഫൈസൽ മുസ്ലിയാർ സൂചിപ്പിച്ചത് പിന്നെ ശിർക്ക് ആർക്കും ചെയ്യാൻ പാടില്ല. കാന്തപുര ഉസ്താദിനും ഫൈസൽ മുസ്ലിയാർക്കും എനിക്കും ഒരാൾക്കും ശിർക്ക് ചെയ്യാൻ പാടില്ല. ശിർക്ക് കഠിന കഠോരമാണ്, അത് വലിയ പാപമാണ്. അപ്പോ ഇസ്തിഗാസ ചെയ്യല് ഈ മുജാഹിദ് മൗലവിമാരെ അഭിപ്രായ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുകൾ ചെന്ന് ഇസ്തിഗാസ ചെയ്താൽ റസൂലുള്ള ഉത്തരം ചെയ്യുമെന്ന് കരുതി ആര് ഇസ്തിഗാസ ചെയ്താലും ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ എന്റെ ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിനെ കുറിച്ച് പറയുന്നു, സുമ്മ ലഇൻ ഖാമ അലാ ഖബരി, എന്നിട്ട് ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. ശരിക്കും ശിർക്കാണ്. കാന്തപുര ഉസ്താദ് ചെയ്താലും ആര് ചെയ്താലും ശിർക്കാണ്. റസൂലുള്ള വളരെ വ്യക്തമായിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പന്നിയെ കൊല്ലും, അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുരിശ് തച്ചെടുക്കും. നമുക്ക് തർക്കമില്ല, കുരിശ് തച്ചെടുക്കൽ ശിർക്കാണെന്നുള്ള അഭിപ്രായത്തിൽ മുജാഹിദിനും സുന്നിക്കും തർക്കമില്ല. അതുപോലെ തന്നെ ഇസ്തിഗാസ ശിർക്കാണ് എന്ന് മുജാഹിദ് സഹോദരങ്ങൾ പറയുന്നു. കഴിഞ്ഞ ചോദ്യം കഴിഞ്ഞു. അപ്പൊ ഇസ്തിഗാസ ഇതാ വളരെ റസൂലുള്ള പറയുന്നു, ലഉജീബന്നഹു, ഈസാ നബിന്റെ ഖബറിൽ വന്നാൽ ഈസാ നബിക്ക് ഞാൻ ഉത്തരം ചെയ്തു. ശിർക്ക് ആര് ചെയ്താലും ശിർക്കാണ്. റസൂലുള്ള ശിർക്ക് പ്രചരിച്ചുവോ? മറുപടി പറയുക. കുരിശ് തകർത്താൽ ശിർക്കാണ് എന്ന് തർക്കമില്ല പറഞ്ഞ എന്തെനിക്ക് മനസ്സിലായില്ല. കുരിശ് തകർക്കൽ ശിർക്ക, കുരിശ് തകർക്കൽ ശിർക്ക. ഞാൻ പറഞ്ഞത് ഈസാ നബി ഖബറുകൾ ഇസ്തിഗാസ ചെയ്യല് റസൂലുള്ള ഉത്തരം ചെയ്തു എന്നത് അത് ശിർക്കാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നു. ഞങ്ങൾ പറയുന്നു അത് ശിർക്കല്ല, കാരണം റസൂലുള്ള പഠിപ്പിച്ചതാണ്. എന്നാൽ നിങ്ങൾ പറയുന്നത് കുരിശ് തകർക്കല് ശിർക്കാണോ അല്ലേ എന്നുള്ള അഭിപ്രായം നമ്മൾ തമ്മിലില്ല. ഇസ്തിഗാസ ശിർക്കാന്ന അഭിപ്രായം റസൂലുള്ള പഠിപ്പിക്കാണ്. ലഉജീബന്നഹു, ഖബറിൽ വന്ന് ചോദിച്ചാൽ യാ മുഹമ്മദ് വിളിക്കുകയാണ്, ലഉജീബന്നഹു, ഉത്തരം ചെയ്യും. പറയൂ, ഇത് ശിർക്കല്ലേ നിങ്ങളുടെ ഭാഷയിൽ? അല്ല, അത് ശിർക്കല്ല. ഈസാ നബി ശിർക്ക് ചെയ്തിട്ടില്ല, ഈസാ നബി ശിർക്ക് പറഞ്ഞിട്ടില്ല, ഇസ്തിഗാസ ചെയ്തിട്ടില്ല. അവിടെ വന്ന് ഈസാ നബി മുഹമ്മദ് നബിയോട് സഹായം തേടും എന്ന് എവിടെയുള്ളത്? ഇസ്തിഗാസ ചെയ്യുന്ന എവിടെയുള്ളത്? അത് പറയും. മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്യും എന്ന് എവിടെയുള്ളത്? മുസ്നദില് അബൂ യഅല എന്നുള്ള ഹദീസ് ഉദ്ധരിച്ച യാ മുഹമ്മദ്, അറിയോ ഫൈസൽ മുസ്ലിയാർക്ക് കഴിഞ്ഞിട്ട് പറയൂ, നിങ്ങൾ മാന്യത കാട്ടണം. നിങ്ങൾക്കറിയാം, ശരിക്കറിയാം, നിങ്ങൾ വിവരമില്ലാതെ നടിക്കരുത്. യാ മുഹമ്മദ് എന്ന് നിങ്ങൾ ലോകത്തിന്റെ ഭാഷയൊക്കെ പഠിച്ചാണ്, അറിയാം. യാ മുഹമ്മദ് എന്ന് വിളിക്കുന്ന യാ മുഹമ്മദ്, അത് ഉജീബന്നഹുന അവളെ വിളിക്കാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാല് 5, 3, 8 3 പദത്തിൽ വിളിക്കാണ്. നമ്മളെ ഇസ്തിഗാസ ഒരു മിനിറ്റ് കഴിഞ്ഞില്ല. മുൻ പണ്ഡിതന്മാർ ഇസ്തിഗാസയെ കുറിച്ച് പറഞ്ഞത് ഇസ്തിഗാസ എന്നല്ല. നിങ്ങൾക്കറിയാം, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണ്. അതൊന്നല്ല വിഷയം. ഇബ്നു തൈമിയ്യ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ ഈസാ നബി തീരുമാനാക്കാം. ഏതായാലും പത്തപ്പിയത്തിന് വന്നില്ലേ, പത്തപ്പിയത്തിന് ശ്രദ്ധിക്ക്, ഏതായാലും പത്തപ്പിയത്തിന് വന്നില്ലേ, നമുക്കത് മുതലാകണല്ലോ. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ പദമല്ല ചോദിച്ചത്, പദം വേണ്ട, ഇസ്തിഗാസ എന്ന പദമേ വേണ്ട. ഇവിടെ പ്രശ്നം എന്താ? മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്താൽ ശിർക്ക്, സംശയമില്ല, ആർക്കും സംശയമില്ല, സുന്നിയാക്കും ഉണ്ടാവേണ്ട ആവശ്യമില്ല. പിന്നെ ഈസാ നബി ഇസ്തിഗാസ ചെയ്യുമ്പോ അത് ശിർക്കാണോ? ഈസാ നബി ശിർക്ക് ചെയ്തോന്നാണല്ലോ. ഞാൻ പറഞ്ഞു ഈസാ നബി ഇസ്തിഗാസ ചെയ്തു എന്നതിലില്ല, മുസ്നദിലില്ല, അബൂ യഅലയിലില്ല. ഇനി പറയാനുള്ള ഇബ്നു അസാക്കിറിലില്ല. എവിടില്ല? ഇബ്നു അസാക്കിറും ഹാക്കിമും അബൂ യഅലയും ആണല്ലോ ഉദ്ധരിച്ചത്. ഇനി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞ അബൂ യഅലയിലോ, ഇനി അതല്ല പറയാൻ ബാക്കിയുള്ള ഹാക്കിമിലോ, അതല്ലെങ്കിൽ ഇബ്നു അസാക്കിറിലോ ഇത് ഉദ്ധരിച്ചെടുത്ത് എവിടെയാണ് ഈസാ നബി മുഹമ്മദ് നബിന്റെ ഖബറിൽ ചെന്നിട്ട് പിന്നെ ഇസ്തിഗാസ ചെയ്യും എന്ന് എവിടെ ഉള്ളത്? അതുണ്ടെങ്കിലേ ചോദ്യം പ്രസക്തുള്ളൂ. തരാം അവിടക്കട്ടെ. പിന്നുള്ള പുസ്തകം തന്നെ ഒരു യാണ്ടല്ലോ എന്നാ, യാണ്ട്, യാ വിളിയാണ്, ഇതാ ആണ്. യാളുള്ളടത്തൊക്കെ ഇസ്തിഗാസയാ? യാ കണ്ട് ഫുള്ള് ഇസ്തിഗാസയാണോ? എന്നാ പിരിഞ്ഞപ്പോ ലോകത്ത് ഇസ്തിഗാസയാണ് അമ്പിയാക്കളും ഔലിയാക്കളും തന്നെ വേണമെന്നില്ല. വിളി കണ്ടു, അഭിസംബോധന കണ്ടു, യാ കണ്ടു, നിദ കണ്ടു, അതൊക്കെ പിന്നെ ഇസ്തിഗാസയാ? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം, ഏതെല്ലാം, എന്തിനെയെല്ലാം, എവിടെയെല്ലാം വിളിക്കാൻ പറഞ്ഞു, എവിടെയെല്ലാം അഭിസംബോധന പറഞ്ഞു. ഇപ്പൊ മാസം കണ്ടാളെ പ്രാർത്ഥന എന്താ?
അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ എന്ന പ്രാർത്ഥനയിൽ റബ്ബി വറബ്ബുക്കല്ലാഹ്, ചന്ദ്രപ്പിയോട് പറയാ റബ്ബി വറബ്ബുക്കല്ല, എന്റെയും നിന്റെയും റബ്ബ് അല്ലയാകുന്നു. ഓഹോ, അപ്പൊ ചന്ദ്രനെയും വിളിക്ക റബ്ബി വറബ്ബുക്കല്ലാഹ്. ഖബറിന്റെ സിയാറത്ത് പറയുമ്പോ സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, വിശ്വാസികളെ വീട്ടുകാരെ നിങ്ങൾക്ക് സലാം. അപ്പൊ എല്ലാ ഖബറിനും ചെന്ന് ഏത് ഖബറാണ് ചെയ്യാ വിളിക്കാം. ഇനി സുബ്ഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ ആ പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോ എന്താ നിങ്ങളൊക്കെ പറഞ്ഞുള്ളത്? സ്വദഖത വ ബരിർത, താങ്കൾ സത്യം പറഞ്ഞു, താങ്കൾ പുണ്യവാനായി. അപ്പൊ മുഅദ്ദിനോടും വിളി, മുഅദ്ദിനോട് അഭിസംബോധന. അപ്പൊ യാ കണ്ടതൊക്കെ ഇസ്തിഗാസ എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ഇസ്തിഗാസ ചെയ്യാൻ പറ്റാത്ത സാധനം ലോകത്ത് ഏതുണ്ടാവില്ല. കല്ലും മരങ്ങളടക്കം മൂസാ നബി വിളിച്ചു എന്ത്? സൗബി യാ ഹജർ, സൗബി യാ ഹജർ. ഇമാം ബുഖാരി സംഭവ റസൂൽ പഠിപ്പിച്ചത് നമുക്ക്. സൗബി യാ ഹജർ, ഏ കല്ലേ എന്റെ വസ്ത്രം. അപ്പൊ കല്ലിനോടും ഇസ്തിഗാസ. അങ്ങനെ തന്നെയാണ് ബിംബാരാധന വന്നത്. അപ്പൊ ഏതായിരുന്നാലും നിങ്ങൾ ആ സംഭവം ഉദ്ദേശിച്ച സ്ഥിതിക്ക് മഹാനായ ഈസാ നബിയുടെയും മുഹമ്മദ് നബിയുടെയും പേരിൽ ഇല്ലാത്ത ഒരു കഥ, ഇല്ലാത്തൊരു അർത്ഥം, ഇല്ലാത്തൊരു ആശയം നിങ്ങൾ വെച്ച സ്ഥിതിക്ക് നിങ്ങൾ പറയേണ്ടത് ഈസാ നബി ആ ഖബറിൽ ചെന്ന് മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്യും എന്ന് എവിടെയുള്ളത്? നമ്മൾ ആലുവ സംവാദത്തിൽ പറഞ്ഞപ്പോ അന്ന് പഠിപ്പിച്ചെന്നാ ഇതിൽ ഇസ്തിഗാസ ഇല്ല, ഇതിൽ ഇസ്തിഗാസ ഇല്ല എന്ന് അവിടെ പഠിപ്പിച്ചെന്നതാ. അതുകൊണ്ട് അവിടെ ഇസ്തിഗാസ എവിടെ? നിങ്ങൾ ഇപ്പൊ ചോദിച്ചെന്തിനാ ഈസാ നബി വരുമോ ഇല്ലേ പറയാനല്ല, ഖബറിന് ചെല്ലോ ഇല്ലേ വിശദീകരിക്കാനല്ല, മറിച്ച് നിങ്ങൾ തുടങ്ങിയത് എന്താ? ഇസ്തിഗാസ ചെയ്ത ശിർക്ക് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഖബറിനെ ചെന്ന് ഇസ്തിഗാസ ശിർക്ക് എന്നാണല്ലോ. അതുകൊണ്ട് ഈസാ നബി ഇങ്ങനെ ചെയ്യുമെന്ന ഹദീസിലുണ്ട്. ഈസാ നബി ശിർക്ക് ചെയ്തോ എന്നാണ് ചോദ്യം. ഇല്ല, ചെയ്തിട്ടില്ല. കാരണം ഈസാ നബി ഇസ്തിഗാസ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈസാ നബി ഖബറിൽ ചെന്നിട്ട് മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്യും എന്ന് എവിടെയുള്ളത്? അത് നിങ്ങൾ പറയും. ബാക്കി വയതൊന്നും വേണ്ട, അത് മാത്രം പറയാം. മൈക്ക് നിങ്ങൾ പിടിച്ചാൽ മതി, അദ്ദേഹം ആ ഉത്തരം പറയട്ടെ. ഏത് ഹദീസിൽ എവിടെയുള്ളത് അത് പറയണം. ആ അല്ല അല്ല കൊണ്ടുപോകും, നമുക്കറിയാം. വളരെ വ്യക്തമായിട്ട് ഞാൻ ഒരു പറയുന്നത് കേൾക്കണല്ലോ, അതിനു വേണ്ടിയാണ്. ഞാനൊന്നല്ല, നമ്മളെല്ലാരും അറിയുന്ന ആളുകളാണ്, ഒക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ സാധാരണ മുജാഹിദ് മൗലവിമാര് ഈ ഹദീസിനെ കുറിച്ച് ഇവിടെ എല്ലാ ആളുകൾക്കും അറിയാം, അത് മുഅ്ജിസത്താണ് ഞങ്ങൾ സാധാരണ പറയല്. അവന്റെ ചോദ്യം മുഅ്ജിസക്ക് എവിടെ പറ്റൂല. നമ്മളത് അള്ളാന്റെ പ്രശ്നമാണ്. അള്ളാന്റെ കോടതിക്ക് ഒരാളും ഉണ്ടാവൂല, നമ്മളെല്ലാവരും ഉണ്ടാവുള്ളൂ. അപ്പൊ ശിർക്ക് ഒരാളും ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ സാധാരണ സ്പെഷ്യലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മുജാഹിദ് മൗലവിമാരൊക്കെ ഇതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അവരുടെ സംസാരിക്കുന്നത് മുഅ്ജിസത്താണെന്ന. അപ്പൊ ശിർക്ക് ഒരു മുഅ്ജിസത്തിനും പറ്റൂല, കാന്തപുരസ്ഥാനും പറ്റൂല, AP അബ്ദുൽ ഖാദർ മൗലവിക്കും പറ്റൂല, ആർക്കും പറ്റൂല, ഒരു നബിക്കും പറ്റൂല. കുരിശ് തച്ചൊടിച്ച് പ്രവാചകന്മാരുടെ മുഅ്ജിസത്തിലൂടെ ശിർക്ക് ഉന്മൂലനം ചെയ്യാണ്. അത് മനസ്സിലായി, പറഞ്ഞു മനസ്സിലായി. ആ ചോദ്യം എനിക്ക് മനസ്സിലായി. അത് മുഅ്ജിസത്ത് തന്നെയാണ്, അത് മുഅ്ജിസത്ത് തന്നെയാണ്, സംശയമില്ല. സുഹൃത്തെ ശ്രദ്ധിക്ക്, അത് മുഅ്ജിസത്ത് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതല്ല എന്നല്ല പറഞ്ഞത്, മുഅ്ജിസത്ത് തന്നെയാണ്. അത് ഇപ്പോഴും പറയുന്നു. പക്ഷേ മുഅ്ജിസത്തോ കറാമത്തോ അല്ലാത്തോ എവിടെയും ശിർക്ക് മുഅ്ജിസത്തിലും ഉണ്ടാവൂല, ശിർക്ക് മുഅ്ജിസത്തിലും ഉണ്ടാവൂല, ഉണ്ടായിട്ടില്ല. അതിനാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ ഈസാ നബിയുടെ പേരിൽ ഇല്ലാത്തത് വെച്ച് കിട്ടുക. ആ ഈസാ നബി ഇസ്തിഗാസ ചെയ്യും എന്ന് ഇവിടെയുള്ളത് അതല്ലേ പറയേണ്ടത്? അത് മുഅ്ജിസത്ത് തന്നെ, സംശയമില്ല. ഈസാ നബിയുടെ വരവനെ മുഅ്ജിസത്താ. ഈസാ നബി അബൂ യഅല മുസ്ലിമിൽ കേട്ടോളൂ, ശരിക്കും ഇസ്തിഗാസ ശരിക്ക് കേട്ടോളി. ഇസ്തിഗാസ പദം പറഞ്ഞ വേണ്ട, ആ സംഗതി എവിടെ ഇസ്തിഗാസ കേട്ടോളൂ. വളരെ പച്ചീലുള്ള ഇസ്തിഗാസന് മുഹമ്മദ് റസൂലുള്ളാഹിനെ വിളിക്കുന്ന റസൂലുള്ളാഹി ഞാൻ കബറിനുള്ള ഉജീബന്നോ, കബറിൽ നിന്ന് ഈസാ നബിക്ക് ഉത്തരം ചെയ്യുന്നു. മുജാഹിദിന്റെ ഭാഷയിൽ ശിർക്ക്, സുന്നികൾക്ക് തൗഹീദ്. ഈസാ നബി ശിർക്ക് പ്രചരിപ്പിച്ചു നിങ്ങളുടെ ഭാഷയിൽ, ഞങ്ങൾക്കത് ശിർക്കല്ല, ജിന്നിനെ വിളിക്കലും ശിർക്കല്ല. അപ്പൊ ഏതായിരുന്നാലും ലഇൻ ഖാമ അലാ ഖബരി വഖാല യാ മുഹമ്മദ് ലഉജീബനഹു എന്നല്ലേ ഉള്ളൂ. ഞാൻ അപ്പുറം വായിക്കാഞ്ഞല്ലോ, അതിനപ്പുറം വായിക്കാഞ്ഞല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അത് അബൂ യഅലയിലുണ്ട്, ഹാക്കിമിലുണ്ട്, ഇനി ഇബ്നു അസാക്കിർ താരീഖിലുമുണ്ട്. അവിടെയൊക്കെ പറഞ്ഞെന്താ? ثم لئن قام على قبري وقال يا محمد
ലഉജീബന്നഹു. ഒരാൾ പറയാ അവൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഫൈസലേ എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. ഓ, ഇസ്തിഗാസക്ക് തെളിവായി, വല്ല കിട്ടലായി പോയി, വല്യ കിട്ടലായി. മൂപ്പര് പറഞ്ഞില്ലേ എന്റെ വീട്ടിൽ വന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി എന്തായാലും ഒരു തെളിവ് അതല്ലേ? അത്രയുള്ളൂ. അപ്പൊ ഇസ്തിഗാസ എവിടെ? ഇസ്തിഗാസ എവിടെ? അതിലില്ല. അതല്ല, അത് നിങ്ങളെ വകയാണ്. അപ്പൊ ഈസാ നബിയെ കുറിച്ച് വെറുതെ നിങ്ങളെ ആദർശം ഈസാ നബിയെ പേര് വെച്ച് കെട്ടല്ലേ? നമ്മളൊക്കെ പരസ്പരം അറിയാം, അതുകൊണ്ട് നമ്മൾ ഈ ശൈലി എടുത്തതും തമ്മിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, സംഗതി പറയും. സംഗതി അത് നിങ്ങൾ ഒതുക്കുന്നത് അങ്ങനെ താമസം മാറിയപ്പോ ആ പഴയ സ്വഭാവം കൊണ്ടുപോയതാ. അപ്പൊ അത് ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ സംഭവം പറയും. എവിടെ? മുഹമ്മദ് നബിയെ വിളിച്ച് ഈസാ നബി ഇസ്തിഗാസ ചെയ്യും എന്നെവിടെ ഉണ്ട്? ആ പദം വേണ്ട, ആ പദം വേണ്ട, ഇസ്തിഗാസ എന്ന പദം വേണ്ട. മറിച്ച് എന്ത് മതി? എന്നെ സഹായിക്കണേ എന്നോ, എനിക്ക് അഭയം നൽകണേ എന്നോ. കേക്ക് ചോദ്യം കേക്ക്. മറ്റേ ആള് പോയമാര് പിന്നെ പോണ്ടി വരും. അതായത് എന്നെ സഹായിക്കണേ എന്നോ, എനിക്ക് അഭയം നൽകണേ എന്നോ, എനിക്ക് മറ്റൊരു ആവശ്യം നിർവഹിച്ചു തരാനോ, ഇങ്ങതാണോ ഇസ്തിഗാസ? ഇസ്തിഗാസന ത്വലബുൽ ഗൗസീനാണല്ലോ, സഹായം ആവശ്യപ്പെടുക എന്നല്ലേ. അത് എവിടെ ഉണ്ട്? അതല്ലേ ഇസ്തിഗാസ. അല്ലെ യാ മുഹമ്മദ് വിളിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നാണോ? ആർക്കാ തർക്കമുള്ളത്? അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയു നമ്മളൊക്കെ വിളിക്കണില്ലേ? അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി വിളിക്കുന്നില്ലേ? അവിടെയല്ല തർക്കം. മറിച്ച് ഈസാ നബി എന്റെ ഖബറിൽ വന്ന് എന്നോട് ഇസ്തിഗാസ ചെയ്താൽ എന്നെവിടെ? അത് നിങ്ങൾ ഈസാ നബിയുടെ പേര് ശുദ്ധമായ കളവ് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ പേര് കളവ് പറഞ്ഞു, ഹദീസിൽ ഇല്ലാത്തത് നിങ്ങൾ കൂട്ടിച്ചേർത്തു. അത് മുഴുവൻ, അതൊക്കെ വേറെ വിഷയം, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അങ്ങോട്ടൊന്നും പോണ്ട. ആലുവാക്കുന്നത്തെ സംവാദത്തിൽ നമ്മൾ പറഞ്ഞ ഒറ്റ അന്ന് 2 മറുപടി പറഞ്ഞു. അതിൽ ഒന്നെ പിടിപ്പതുണ്ട്. എന്താ പറഞ്ഞത്? അതിൽ ഇസ്തിഗാസ ഇല്ല. അത് നിങ്ങൾ കാണിച്ചു തരണം. ഏത്? മുഹമ്മദ് നബിയോട് ഈസാ നബി ഇസ്തിഗാസ ചെയ്യും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം പ്രസക്താണ്. അതില്ലാതെ കുറെ ചെറുച്ചും തലാട്ടിയും കുറെ പ്രസംഗിച്ചതുകൊണ്ടും കാര്യമില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ പറയാം. ഇത് ഏത്? ഈസാ നബി ഇസ്തിഗാസ ചെയ്യും എന്ന് നിങ്ങൾ പറഞ്ഞു. അത് ശിർക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളെ നേതാവ് ഈസാ നബി ഇസ്തിഗാസ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഈ നാട്ടിൽ തൗഹീദ് പഠിപ്പിക്കാൻ വന്നവരാണ് ഈസാ നബി. ആ ഈസാ നബി മരിച്ചുപോയവരോട് ഒരിക്കലും ഇസ്തിഗാസ ചെയ്യില്ല, ചെയ്യുന്ന പ്രശ്നമില്ല, ചെയ്തിട്ടുമില്ല. എന്തിനേറെ ഈസാ നബിനെ വിളിച്ച മനുഷ്യന്മാർക്കെതിരെ നാളെ പരലോകത്ത് സാക്ഷി നിൽക്കുന്ന ആളാണ് ഈസാ നബി. എന്ന ചോദ്യത്തിന് റബ്ബേ ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കാൻ, ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് തേടാൻ, ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ഇലാഹാക്കാൻ എന്ന് പറയുന്ന ആളാണ് ഈസാ നബി. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല വ്യക്തമാക്കി. അതുകൊണ്ട് ഈസാ നബിയുടെ പേരിൽ നിങ്ങൾ ആ പറഞ്ഞ കളവ് അത് നിങ്ങൾ ഒന്നുകിൽ തെളിയിക്കുക, അല്ലെങ്കിൽ തൗബ ചെയ്യുക. ഇവിടെ സമ്മതിച്ചോളന്നില്ല, നിങ്ങൾ തൗബ ചെയ്താൽ മതി. ഈസാ നബി ഇസ്തിഗാസ ചെയ്യുമെന്ന് അതിലില്ല, അബൂ യഅലയിലുമില്ല, ഹാക്കിമിലുമില്ല, ഇബ്നു അസാക്കിറിലുമില്ല, എവിടെയുമില്ല. ഉണ്ടെങ്കിൽ ആ പദം നിങ്ങൾക്ക് പറയാം. ഇസ്തിഗാസ പദം വേണമെന്നില്ല. സഹായിക്കണേ എന്നോ അഭയം നൽകണേ എന്നോ ഏതാണോ ഈസാ നബി ഉപയോഗിക്കുന്ന വാക്ക് അത് നിങ്ങൾ പറയാ. മുഹമ്മദ് ഉണ്ട്, സംശയമില്ല. ലൗജീബന്നഹു ഉണ്ട്, സംശയമില്ല. ലൈൻ ഖാമല ഖബറുണ്ട്, സംശയമില്ല. അതില്ല എന്നല്ല വാദം. നിങ്ങൾ പറഞ്ഞെന്താ? ഈസാ നബി ഇസ്തിഗാസ ചെയ്യുന്ന അതെവിടെ ഉള്ളത് വെച്ചാൽ അപ്പോഴാണ് ശിർക്ക് ചെയ്തോ ചോദ്യം പ്രസക്തമാകുന്നത്. മറ്റു ഖബറിലേക്ക് വരാൻ പറ്റോ, വിളിക്കാൻ പറ്റോ, അതിന് വല്ല ഉത്തരം കിട്ടോ, നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇവിടെ ശിർക്കാണോ ചെയ്തത് എന്നാണ് നിങ്ങൾ ചോദിച്ചത്. അതിനാണ് ഇപ്പോൾ ശിർക്ക് ചെയ്തിട്ടില്ല. ശിർക്ക് ചെയ്തു എന്ന് പറയാൻ നിങ്ങൾ ഉദ്ദേശിച്ചെന്താ? ഇസ്തിഗാസ ചെയ്യുന്നല്ലേ, അത് ഈസാ നബി ചെയ്യുന്നില്ല. അത് ഉണ്ട് എന്ന് ആ റിപ്പോർട്ടിൽ ഇല്ല. ഉണ്ടെങ്കിൽ അത് പറയൂ, അത് പറയണം. ഉണ്ടെങ്കിൽ അത് പറയണം. ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞു ശിർക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഇത് പറയും ശിർക്ക് ചെയ്യാൻ പാടില്ല, തർക്കല്ല. ഇത് നിങ്ങൾ പറയും ഈസാ നബി ഇസ്തിഗാസ ചെയ്യും എന്നെവിടെ? ഞാൻ പറയണം, അതിന് മൈക്ക് വലിക്കരുത്. നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ അരമണിക്കൂർ 5 മിനിറ്റ് 10 മിനിറ്റ് അരമണിക്കൂർ പറഞ്ഞിട്ടില്ല. അരമണിക്കൂർ പറഞ്ഞ നിങ്ങൾ വന്നിട്ട് ആകെ 14 മിനിറ്റ് ആയത്. നിങ്ങൾ കസാരി വന്ന് ഇരുന്നത് 10:18 ഇപ്പൊ 10:32 14 മിനിറ്റ് ഞങ്ങൾ വന്നിട്ട്. ശരിക്കും അതിൽ ഇസ്തിഗാസ എന്നാ പറയും. അത് നിങ്ങൾ പറഞ്ഞു ഈസാ നബി, ഞങ്ങൾ പറയുന്നു ഇസ്തിഗാസ എവിടെ? അതിലെവിടെ ഇസ്തിഗാസ ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയാ. പണ്ടൊരു മുസ്ലിയാർ ഇതിലുണ്ട് എവിടെ? ഞാൻ തരൂല, ഇതിലുണ്ട് അത് എന്ന് പറഞ്ഞ പോലെ ഇസ്തിഗാസ ഉണ്ട്. അതിന് 33 വട്ടം ചെല്ലിയാലും ഇസ്തിഗാസ ഉണ്ടാവില്ലല്ലോ. അതിൽ ഏത് പദമായി ഇസ്തിഗാസ അത് പറയും. ഈസാ നബി മുഹമ്മദ് നബിന്റെ ഖബറിൽ ചെന്നിട്ട് വിളിച്ചിട്ട് തേടുന്ന സഹായം എന്താ? ശ്രദ്ധിക്കേ. ഇസ്തിഗാസ എന്ന് പറഞ്ഞ എന്താ?
മൈക്ക് തരും അതൊക്കെ തരാം. ആ മൈക്കൊക്കെ തരും. നിങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞുള്ളൂ. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഇരിക്കെ അദ്ദേഹം ഇരിക്കട്ടെ. അദ്ദേഹം അവിടെ ഇരിക്കട്ടെ. അദ്ദേഹം ഇരിക്കട്ടെ. ഇടങ്ങാറാക്കല്ലേ. അദ്ദേഹം ഇരിക്കട്ടെ. അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഗൗസി എന്നാണല്ലോ. ശ്രദ്ധിക്ക്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഗൗസി, സഹായം ആവശ്യപ്പെടുക. ഈസാ നബി എന്തു സഹായമാണ് മുഹമ്മദ് നബിയോട് ആവശ്യപ്പെട്ടത്? നിങ്ങൾ അത് പറഞ്ഞാൽ മതി. മുഹമ്മദ് നബിയോട് ഖബറിൽ കിടക്കുന്ന മുഹമ്മദിനോട് എന്ത് സഹായം ചോദിച്ചാലും മുജാഹിദിന്റെ ഭാഷയിൽ ശിർക്കാണ്. ഇവിടെ അല്ല ഉജീബന്നഹു, ഖബറിൽ നിന്ന് ഞാൻ ഉത്തരം ചെയ്യും ഈസാ നബിന്റെ വിളിക്ക്. എന്തായാലും മുജാഹിദിന്റെ ഭാഷയിലെ ശിർക്കാണ്. ഇസ്തിഗാസ എന്നുള്ള പദം വേണ്ട ശിർക്കിന്. ഒരാൾ ഞാൻ ഇസ്തിഗാസ ചെയ്യണോന്ന് പറയണ്ട. ഖബറിൽ കിടക്കുന്ന വ്യക്തി സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഖബറിൽ നിന്ന് എന്ത് വിളിച്ചാലും ചോദിച്ചാലും ഒക്കെ ശിർക്കാണെങ്കിൽ ശിർക്കാണ്. ഞങ്ങൾ പറയുന്ന ശിർക്കല്ല. കാരണം ശിർക്കിന്റെ ഉജീബന്നഹു, ഖബറിൽ നിന്ന് ഞാൻ ഈസാ നബിക്ക് ഉത്തരം ചെയ്യുന്ന നബി പറയുന്നത് മുജാഹിദിന്റെ ഭാഷയിൽ റസൂല കറന്ന് ഉത്തരം ചെയ്യാൻ പാടില്ല. കാരണം റസൂലാക്ക് എന്റെ കയ്യിലില്ല ഞങ്ങൾ പഠിക്കുന്നത്. ഞങ്ങൾക്ക് ഇസ്തിഗാസയാണ്, ശിർക്കല്ല. കാരണം അത് ശരിക്കും ഇസ്തിഗാസ എന്നുള്ള പദം വേണ്ട ഇസ്തിഗാസക്ക്. അത് നിങ്ങൾ കേട്ടോളൂ. മനസ്സിലായി. ആ പദം വേണ്ട ഞാനും പറഞ്ഞത്. പദം ആവശ്യമില്ല. എത്ര പ്രാവശ്യം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വിലകെയ്തു. ആ പദം തന്നെ വേണ്ട. ഇസ്തിഗാസ എന്ന പദം ആവശ്യമില്ല. പക്ഷേ ഇസ്തിഗാസ എന്ന പദത്തിന് ത്വലബുൽ ഗൗസി എന്നാണല്ലോ അർത്ഥം. സഹായം ആവശ്യപ്പെടുക. ഈസാ നബി ചെയ്ത് ഇസ്തിഗാസയാണെങ്കിൽ ഏത് സഹായമാണ് ഈസാ നബി ആവശ്യപ്പെടുന്നത്? നേരത്തെ പറഞ്ഞ മുസ്ലിം പറഞ്ഞല്ലോ, പിന്നെ അംസും സിനും താവും വന്ന ത്വലബാണ്. അത് വെച്ചിട്ടാണ് ചോദിച്ചത്. ആ ത്വലബ് എവിടെ? ഏതു സഹായമാ ചോദിച്ചത്? അതുകൊണ്ട് ഇസ്തിഗാസ എന്ന പദം നിങ്ങളുടെ വകയായി നിങ്ങൾ കൂട്ടിച്ചേർത്തു. മൂപ്പരെ പർസനായിട്ട് തോന്നും ഞങ്ങൾക്ക് ഇസ്തിഗാസയാണ്, നിങ്ങൾക്ക് ഇസ്തിഗാസ അല്ല. അപ്പൊ അദ്ദേഹത്തിന് പർസനായിട്ട് എന്താ? ഈ ഹദീസ് ഉണ്ടായതുകൊണ്ടാ ചെയ്യുന്നത് തോന്നിപ്പോകും. ഈ ഹദീസ് ഉണ്ടായിട്ടാ ചെയ്യണത് തോന്നിപ്പോകും. അപ്പൊ ഏതായിരുന്നാലും അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇനി യാ മുഹമ്മദ് ലഉജീബന്നഹു എന്നല്ലാത്ത വേറൊന്നും പറയാനില്ലല്ലോ. ഇതല്ലാത്ത വേറൊരു പദം അദ്ദേഹത്തെ പറയാനില്ല. അത് ഇപ്പൊ അദ്ദേഹം ഏകദേശം നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അതിനെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഗൗസി, സഹായം ആവശ്യപ്പെടൽ. എങ്കിൽ ഈസാ നബി അവിടെ ആവശ്യപ്പെടുന്ന ഗൗസ് ഏത്? ഈസാ നബി ചോദിക്കുന്ന സഹായം ഏത്? അത് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഏത് സഹായമാ ആവശ്യപ്പെട്ടത്? അദ്ദേഹം ശ്രദ്ധിക്കട്ടെ. അദ്ദേഹം ശ്രദ്ധിക്കട്ടെ. അമീർ പറഞ്ഞു നോക്കണം. അമീറും അയാളും നാട്ടുകാരാണ്. അതുകൊണ്ടാണ്. അത് വേറെ കാര്യം. ഇപ്പൊ താമസം മാറി ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഇസ്തിഗാസ എന്ന് പറഞ്ഞ ത്വലബുൽ ഗൗസി എന്നാണല്ലോ. ത്വലബുൽ നിങ്ങൾ ശ്രദ്ധിക്കണില്ല. എന്താ പത്? പിന്നെ ഇതിന് അർത്ഥമില്ലല്ലോ. ശ്രദ്ധിക്കണ്ട. ശ്രദ്ധിക്കണി പറഞ്ഞാൽ പോലെ ജീവ വേണ്ട ആവശ്യമില്ല. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഗൗസി, ഗൗസ് ആവശ്യപ്പെടൽ. ഏത് ഗൗസാണ് ഈസാ നബി ആവശ്യപ്പെടുന്നത്? അതേ നമുക്ക് ആവശ്യമുള്ളൂ. ആ പദം തന്നെ വേണ്ട. അതൊന്നും ആവശ്യമില്ല. മറിച്ച് ത്വലബുൽ ഗൗസി, ഗൗസിനെ തേടൽ, സഹായത്തെ തേടൽ, അതാണല്ലോ ഇസ്തിഗാസ. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. അതല്ലാത്ത ഇസ്തിഗാസ ഉണ്ട്, അത് പറഞ്ഞോളി. ഇസ്തിഗാസ എന്ന് പറഞ്ഞ എന്താ? ഗൗസിനെ തേടൽ, സഹായം തേടൽ. ഈസാ നബി മുഹമ്മദ് നബിന്റെ ഖബറിൽ വന്നിട്ട് ഏതു സഹായമാ ആവശ്യപ്പെടുന്നത്? അതില്ലാത്ത കാലത്തോളം പിന്നെ ദുർവ്യാഖ്യാനം വ്യക്തയില്ലേ? യാ മുഹമ്മദ് വിളിക്കുക. അതിനെ ഞാൻ പറഞ്ഞത്, ഞാൻ പറയാ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് യാ ഫൈസൽ എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും എന്ന് പറയാൻ അർത്ഥം എന്താണ്? എന്നോട് എന്ത് ചോദിക്കാന്നാ? ഏത് ഇസ്തിഗാസം ചെയ്യാന്നാ? എന്നെ വിളിച്ച് ദ്വാരിക്കാന്നാ? എന്നോട് പ്രാർത്ഥിക്കാന്നാ? അല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടതുണ്ടായി? അവിടെ ആ മുഴുജത്ത് പറഞ്ഞത്. അതിനാ മുഴുജത്ത് പറഞ്ഞത് ഈസാ നബി നബിയാണ്, മുഹമ്മദ് നബി നബിയാണ്. അതുകൊണ്ട് ആ മുഴുജത്ത് നമ്മൾ പറഞ്ഞത്. അവിടെയും ഇസ്തിഗാസ ഇല്ല. കാരണം ഇസ്തിഗാസ ശിർക്ക് തന്നെ. ആ ശിർക്ക് മുഴുജത്തിലും അനുവദിക്കപ്പെട്ടിട്ടില്ല. ആ ശിർക്ക് നബിയും ചെയ്തിട്ടില്ല, ഒരു നബിയും ചെയ്യുകയില്ല. അത് സംശയമില്ല. അതുകൊണ്ട് സഹായം ചോദിച്ചു എന്ന പദം അവിടെ ഇല്ല. ഞാൻ പദം വേണമെന്നില്ല, ആശയവുമില്ല. അതുകൊണ്ട് അത് ഇസ്തിഗാസയാണ് എന്നത് ശുദ്ധ ദുർവ്യാഖ്യാനമാണ് എന്ന് താങ്കൾ മനസ്സിലാക്കുക. ഞാൻ അടുത്താൾ ചോദിക്കാം. അടുത്താളുണ്ടെങ്കിൽ ചോദിക്കാം.